മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തകർപ്പൻ മ്യൂസിക് പ്ലെയർ എന്ന് പരിചയപ്പെട്ടാലോ? ഇതിൽ ഒരുപാട് നല്ല നല്ല ഓപ്ഷനുകൾ ഉണ്ട്. നമ്മുടെ മൊബൈലിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് മ്യൂസിക് പ്ലെയർ ഉണ്ട്, പക്ഷേ ഇതിൽ കാര്യമായ ഓപ്ഷനുകളൊന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് തികച്ചും ഫ്രീ ആണ്, വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാനും സാധിക്കും. ഇതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡയറക്റ്റ് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ കാണിക്കും. ഇൻബിൽട്ട് ആയിട്ട് ഇവിടെ ഇംഗ്ലീഷ് തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾ പെർമിഷൻ കൊടുക്കുക. ഇവിടെ സ്കാൻ ഓൾ സോങ്സ് എന്ന ഭാഗത്ത് തന്നെയാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഇവിടെ സ്റ്റാർട്ട് സ്കാൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ സോങ്ങുകളും ഇവിടെ സ്കാൻ ആയിട്ട് വരും. ഇവിടെ 32 സോങ് ഇവിടെ എനിക്ക് സ്കാൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു സോങ് ഞാനിവിടെ പ്ലേ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ഉള്ളത്, കാരണം ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പാട്ട് കേൾപ്പിക്കുന്നില്ല. ഇവിടെ ആഡ് സോങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 32 സോങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പ്ലേ നൗ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിലൂടെ തന്നെ നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ സാധിക്കും. മുകളിൽ 3-4 ടാബുകൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്വലൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി തൊട്ട് താഴെ നമുക്ക് ബാസ് ബൂസ്റ്റർ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബാസ് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്വലൈസറിൻ്റെ ഇവിടെ മറ്റൊരു ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ നിങ്ങൾക്ക് വോളിയം സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ബൂസ്റ്റർ എന്ന ഭാഗമുണ്ട്. അവിടെ ഓഫിലാണുള്ളത്. ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ബൂസ്റ്റർ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ ലെഫ്റ്റ് സൗണ്ടും അതുപോലെ തന്നെ റൈറ്റ് സൗണ്ടും, നിങ്ങൾ ഹെഡ്ഫോൺ ഏതാണോ ഉപയോഗിക്കുന്നത്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, അതിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇങ്ങനെ ബാക്ക് വരുമ്പോഴൊക്കെ പരസ്യം വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്താൽ മാത്രം മതി. നെറ്റ് ഓഫ് ചെയ്താൽ പരസ്യങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ശല്യമാകില്ല. ഇവിടെ മുകളിൽ ഒരു 3-4 ടാബുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ പ്ലേ ചെയ്താണ്. ഇവിടെ 3-4 ടാബുകൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇടതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതേ ഓപ്ഷനുകൾ ഇവിടെയും കാണാൻ സാധിക്കും. സോങ്, ആൽബം, സിംഗർ, പ്ലേലിസ്റ്റ്, ഫോൾഡർ. ഓക്കെ, ഇവിടെ തീംസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ തീം മാറ്റാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. വീണ്ടും ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ മ്യൂസിക് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് ഏതെങ്കിലും മ്യൂസിക് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റിൽ ഈ ഒരു പ്ലെയറിൽ വരണം എന്നുണ്ടെങ്കിൽ സ്കാൻ ഒന്നുകൂടി ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ എക്വലൈസർ എന്ന ഭാഗം നേരത്തെ കണ്ട ഓപ്ഷൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ബാക്ക് വരാം. ബാക്ക് വരുമ്പോഴൊക്കെ പരസ്യം വരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ നെറ്റ് ഓഫ് ചെയ്യണം കേട്ടോ. ഇവിടെ സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗം ഓഫിലാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണ് ഓൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വാട്സാപ്പ് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റിലുള്ള, അതായത് ഈ പ്ലെയറിലുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.